പ്രൈസ് ലോർഡ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, ആ പഴയ എന്നെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും എന്നെ പോലെ ഒരാളാണോ? നിങ്ങളും ചിന്തിക്കാറുണ്ടോ ആ പഴയ എന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പുതിയ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പുതിയ നിങ്ങൾക്ക് ഉണ്ടായ ചേഞ്ചസ്, അല്ലെങ്കിൽ ആ പുതിയ പുതിയ ആ സെൽഫിനോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് നിങ്ങൾ ചോദിച്ച് അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ആ കഴിഞ്ഞു പോയ നമ്മളെ മിസ് ചെയ്യുന്നല്ലാതെ ഈ പുതുതായിട്ടുള്ള നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് കണക്റ്റഡ് ആകും എന്ന് എനിക്കറിയില്ല. നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ സഡനായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കര വലിയ ചേഞ്ചസ് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അത് 18ാമത്തെ വയസ്സിലാകാം, ചിലപ്പോൾ അത് 30ാമത്തെ വയസ്സിലാകാം, ചിലപ്പോൾ അത് 25ാമത്തെ വയസ്സിലാകാം. അതെപ്പോഴാണെന്നറിയില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ഒരു 2 പേഴ്സൺസ് ആയി മാറി. പഴയ ഒരു വേറൊരാളായിരുന്നു അത്. ഇപ്പം ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളായി. എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ഒരാളായി. എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിക്കാതെ കുറച്ചൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മെയിൻറ്റെയിൻ, അതായത് സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതൊക്കെ ഇടപെട്ട് അങ്ങനെ ജോളിയായിട്ട് അങ്ങ് നടന്നു. ഇപ്പം നിങ്ങൾക്ക് മറ്റെല്ലാവരെക്കാട്ടിലും സെൽഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പെയിൻ വരരുത്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ലൈഫിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഒരു ഓൾഡർ വേർഷൻ ഓഫ് യു ഇറ്റ്സ് ഗോൺ. ഇപ്പോൾ ഉള്ള നിങ്ങള് നിങ്ങളെ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ഡീപ്പായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജ്, അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് ഇപ്പം നിങ്ങൾ ഒരു പുതിയ നിങ്ങളായി തീർന്നിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കാം, ലൈഫിൽ നിങ്ങൾക്ക് ദൈവവും നിങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൈപിടിക്കാനും, നിങ്ങളെ താങ്ങാനും, നിങ്ങളെ ഉയർത്താനും, നിങ്ങളുടെ സംസാരം കേൾക്കാനും, എന്ത് കാര്യം നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് ദൈവം മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ആ പഴയ നിങ്ങളിൽ നിന്ന് പുതിയ നിങ്ങളിലേക്ക് ദൈവം രൂപാന്തരപ്പെടുത്തിയത്. ആ പുതിയതായിട്ടുള്ള നിങ്ങളെ നിങ്ങളൊന്ന് സ്നേഹിച്ചു തുടങ്ങി. ഇറ്റ്സ് ലൈഫ് ഗോൺ ബി ഡിഫറെൻറ്റ്. ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.